ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്നത് ലിയോ 2 ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള തോട്ട്സ് ആണ്. അപ്പോൾ അത് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബാഡ്ലൈൻ ആൻഡ് മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഇന്ന് കാണുക. അപ്പോൾ നമ്മുടെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ 1-2 ദിവസം മുന്നായിരുന്നു ദളപതി 67 അനൗൺസ്മെൻറ്റ് വന്നിട്ട് ഒരു വർഷം തികയുന്നത്. അന്നൊക്കെ എന്തായിരുന്നു അല്ലേ മേളം. ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതൊക്കെ കഴിഞ്ഞ് ഒരു വർഷമായി എന്ന് വിശ്വസിക്കാനേ പറ്റില്ല. ഓരോ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തും ആ ഹൈപ്പും ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു. ഇനി അതുപോലെ പടമൊക്കെ എപ്പോൾ വരുമോ എന്നറിയില്ല. എന്തായാലും ഇനി LC മൂവീസൊക്കെ അടുത്ത വർഷങ്ങളിൽ വരികയാണെങ്കിലും നമുക്കുള്ള പടത്തിൽ ഇപ്പോൾ ഒരു കാത്തിരിപ്പുണ്ട്. പണ്ടത്തെ പോലെ LC ആണോ അല്ലയോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെ കണക്ഷൻ വരുമെന്ന് അറിഞ്ഞാൽ മതി. ലിയോ പോലെ ചെറിയ കണക്ഷൻസ് ഇല്ലാണ്ട് ഇനി വരുന്നതിലൊക്കെ വമ്പൻ കണക്ഷനൊക്കെ വെച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ ലിയോ 2 എല്ലാവരും വമ്പൻ കാത്തിരിപ്പിലാണ്. ഇപ്പോഴേ വലിയ ഹൈപ്പിലാണ്. ഇപ്പോൾ തന്നെ ലോകേഷ് തന്നെ പറഞ്ഞായിരുന്നു കൈതി 2 കഴിഞ്ഞാൽ ലിയോ 2 സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എപ്പോൾ തുടങ്ങുമെന്നൊരു തോട്ടുള്ളത് ദളപതി 71 ആയിട്ടാകും ലിയോ 2 വരിക എന്നതാണ് സൂചന. പക്ഷേ ഈ 2 വർഷം ബ്രേക്ക് വരുന്നതുകൊണ്ട് തന്നെ ദളപതി 71 2027 വരേണ്ടത് 2030 ആകാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോട്ട്. 6 വർഷത്തോളം കാത്തിരിപ്പ് വേണ്ടി വരും. അതൊക്കെ വളരെ ലോങ് ആണ്. എന്തായാലും 2 വർഷത്തെ ബ്രേക്ക് വരുന്നതുകൊണ്ട് തന്നെ എല്ലാ പടത്തിൻ്റെയും വർഷങ്ങൾ നീളുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് വരുന്നതുകൊണ്ട് തന്നെ കാത്തിരിപ്പും കുറച്ച് കൂടേണ്ടി വരും. അപ്പോൾ 2030 ലിയോ 2 വരുന്നതെങ്കിൽ നിങ്ങളുടെ പ്രായം എത്രയാകുമെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് നോക്കിയിട്ട് വരും നമ്മുടെ സെക്കൻഡ് ചാനൽ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ലൈക്കൺ കാര്യം പരിഗണിക്കുക. നമുക്കിന്ന് അടുത്ത വീഡിയോയിൽ കാണാം.